അനുസരിക്കാതെ നാടിനെ നടുക്കിയ ഒരു സംഭവമാണ്. മലപ്പുറത്തേക്ക് കൊണ്ടുപോയ 9 പേരുടെയും മൃതദേഹങ്ങൾ രാവിലെ 9 മണിയോടെ മലപ്പുറം അമ്പലപ്പറമ്പ് പാങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനത്തിനായി എത്തിക്കും. മരിച്ചവരിൽ 7 പേരും ഇതേ സ്കൂളിലെ അധ്യാപികമാരാണ്. 10 മണിയോടെ മൃതദേഹങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകും. വിവരങ്ങൾ നൽകാനായി കോയമ്പത്തൂരിൽ നിന്നും അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ഇന്നലെ ഉല്ലാസയാത്രയ്ക്കായിട്ട് പോയ 13-അംഗ സംഘമാണ്. എന്നാൽ തിരിച്ചെത്തിയത് വളരെയധികം വേദനിപ്പിക്കുന്ന, നാടിനെ നടുക്കിയ വിഷമത്തോടു കൂടിയാണ്. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യം. വളരെയധികം സന്തോഷത്തോടെ ഒരു നാട് കാണാനായിട്ട് പോയ 13-അംഗ സംഘം എന്നാൽ തിരിച്ചെത്തുന്നത് അതേപോലെ അല്ല എന്നുള്ളതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന ഒരു കാര്യം. ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, ഒരു നാട് തന്നെ, മലപ്പുറം തന്നെ പൊള്ളാച്ചിയിലേക്ക് എത്തിയിരുന്നു. മറ്റ് പ്രാഥമിക ചടങ്ങുകൾക്കും അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനുമായി ഒരു നാട് തന്നെ പൊള്ളാച്ചിയിലേക്ക് എത്തി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രാഥമിക സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം പൊള്ളാച്ചിയിൽ നിന്ന് മൃതദേഹത്തെ വഹിച്ചുകൊണ്ട് വിലാപയാത്രയായി ഇപ്പോൾ മലപ്പുറത്തേക്ക് വാഹനങ്ങൾ, ആംബുലൻസ് എത്തിക്കൊണ്ടിരിക്കുകയാണെന്നും മനസ്സിലാക്കുന്നു. മറ്റ് വിശദാംശങ്ങൾ അരുൺ ആലത്തൂർ. കൃത്യം 6:10 ഞാനീ നിൽക്കുന്ന പൊള്ളാച്ചിയിൽ നിന്നും മൃതദേഹങ്ങൾ ഈ പാങ്ങിലേക്ക് തിരിച്ചിരിക്കുന്നത്. 9 പേരുടെ മൃതദേഹങ്ങൾ 9 ആംബുലൻസുകളിലായിട്ടാണ് നാട്ടിലേക്ക് തിരിച്ചത്. ചിറ്റൂരിലെയും അതുപോലെ തന്നെ മീനാക്ഷിപുരത്തേക്ക് പോലീസിൻ്റെ അകമ്പടിയോടുകൂടി ഈ വാഹനങ്ങൾ, ആംബുലൻസുകൾ ഓരോന്നായിട്ട് നാട്ടിലേക്ക് പുറപ്പെടുകയായിരുന്നു. ഇന്നലെ ഒരു രാത്രി 12:30 പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചത്. കാരണം ഈ മൃതദേഹങ്ങളൊക്കെ അവരുടെ ബന്ധുക്കൾ വന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ഈ മലപ്പുറത്തു നിന്നും ബന്ധുക്കളൊക്കെ എത്തി ഐഡൻറ്റിഫൈ ചെയ്ത് കഴിയുമ്പോഴേക്കും ഏകദേശം സമയം 10:30-11 പിന്നിട്ടിരുന്നു. തുടർന്ന് 12:30 പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു. ഒരു 3:45 പുലർച്ചെ 3:45 പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ഈ പൊള്ളാച്ചിയിലെ ആശുപത്രിയിൽ പൂർത്തിയായത്. അവിടെ നിന്നും പിന്നീട് മൃതദേഹങ്ങൾ തൊട്ടടുത്ത് തന്നെയുള്ള, അതായത് മരിച്ചവരിൽ നിരവധി പേർ ഇസ്ലാം മതവിശ്വാസികളാണെന്നുള്ളത് കൊണ്ട് തന്നെ ഈ ആശുപത്രിക്ക് തൊട്ടടുത്ത് തന്നെയുള്ള പള്ളിയിലേക്ക് മൃതദേഹങ്ങൾ എത്തിച്ച് അവിടെ അവരുടെ മതാചാരപ്രകാരമുള്ള കുളിപ്പിക്കൽ ചടങ്ങ് ഉൾപ്പെടെ നടത്തി അതിനുശേഷം ഈ 9 മൃതദേഹങ്ങളും ഒരുമിച്ചാണ് ഇവിടെ നിന്നും ഇപ്പോൾ മലപ്പുറത്തേക്ക് തിരിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ കൃത്യം ഒരു 8:30-9 മണിയോടുകൂടെ തന്നെ മൃതദേഹങ്ങൾ പാങ്ങിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വഴിയിൽ ഗതാഗത തടസ്സമോ മറ്റോ ഒന്നും ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി പോലീസിൻ്റെ ഉൾപ്പെടെ അകമ്പടി ഉണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഉണ്ടാവുക എന്നുള്ളതാണ് പോലീസ് ഉൾപ്പെടെ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നലെ വൈകിട്ട് 5:25-നും 5:30-നും ഇടയിലാണ് ഈ ദാരുണ സംഭവം നടന്നത്. മലപ്പുറത്തെ പാങ്ങിൽ നിന്നും വാൽപ്പാറയിലേക്ക് യാത്ര തിരിച്ച ഒരു സംഘം അധ്യാപകരും അതുപോലെ തന്നെ പാചക തൊഴിലാളിയും ഡ്രൈവറും ഉൾപ്പെടുന്ന ഒരു 13-അംഗ സംഘം അവരൊരു ട്രാവലറിലാണ് യാത്ര പുറപ്പെട്ടത്. അവർ വാൽപ്പാറയുടെ വിവിധ ഭാഗങ്ങളൊക്കെ സന്ദർശിച്ചു. അതിൻ്റെ ചിത്രങ്ങളൊക്കെ പകർത്തി, ആ ചിത്രങ്ങളൊക്കെ നമുക്ക് ലഭിച്ചിരുന്നു. അത്തരത്തിൽ വളരെ സന്തോഷത്തോടു കൂടി അവധിക്കാലം ആഘോഷിക്കുകയായിരുന്നു. നമുക്കറിയാം, വിഷുവും അതുപോലെ തെരഞ്ഞെടുപ്പും ഒക്കെ ആയിട്ട് കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ വലിയ തിരക്കിലായിരുന്നു എല്ലാവരും. ആ തിരക്കൊക്കെ ഒന്ന് അവസാനിച്ച് അവധി സമയം ഒന്ന് ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ അധ്യാപകരും പ്രധാന അധ്യാപിക അജിത ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ 13-അംഗ സംഘം വാൽപ്പാറയിലേക്ക് പുറപ്പെട്ടത്. ആ വാൽപ്പാറയിൽ വെച്ച് പക്ഷേ അവരുടെ ആ യാത്ര അത് ഒരിക്കലും തിരിച്ചു വരാത്ത ഒരു യാത്രയായി മാറുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കാരണം വാൽപ്പാറയിലെ 13-ാമത്തെ വളവ്, ആ 13-ാമത്തെ ഹെയർപിൻ വളവിൽ വെച്ചാണ് അപകടം ഉണ്ടാകുന്നത്. ഏകദേശം 50ഓളം ഹെയർപിൻ വളവുകളുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ് വാൽപ്പാറ എന്നത്. ആ വാൽപ്പാറയിലെ 13-ാമത്തെ വളവിൽ വെച്ച് വാഹനം കൈവരി തകർത്ത് കൊക്കയിലേക്ക് പതിക്കുകയായിരുന്നു. അങ്ങനെ കൊക്കയിലേക്ക് പതിച്ച വാഹനം 13-ാമത്തെ വളവിൽ നിന്നും പിന്നീട് 9-ാമത്തെ വളവിലേക്ക് എത്തുകയായിരുന്നു. ആ സമയത്ത് നിരവധി ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. KSRTC ബസ് ഉൾപ്പെടെ അതിയെ പാസ് ചെയ്തിരുന്നു. എല്ലാവരും കണ്ടത് വലിയൊരു ശബ്ദവും ഒരു പൊടിപടലങ്ങൾ ഉയരുന്നതുമാണ്. പിന്നീടാണ് അതൊരു ട്രാവലർ വാഹനമാണ്, അത് കൊക്കയിലേക്ക് മറിഞ്ഞതാണ് എന്നുൾപ്പെടെ മനസ്സിലായത്. തുടർന്ന് നാട്ടുകാരുടെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും അവിടുത്തെ പ്രാദേശിക ആളുകളുടെയൊക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടത്തി വാഹനം വെട്ടിപ്പൊളിച്ചും മറ്റുമൊക്കെയാണ് പലരെയും പുറത്തെടുത്തത്. നിരവധി പേർക്ക് അവിടെ നിന്ന് തന്നെ ജീവൻ നഷ്ടമായിരുന്നു. മറ്റാളുകളെ ഈ പൊള്ളാച്ചിയിലെ ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ വെച്ചും ചിലർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതിയുണ്ടായി. ഏതായാലും നിലവിൽ 9 പേർക്കാണ് ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായിരിക്കുന്നത്.
4 പേർ ഇപ്പോഴും പരിക്കേറ്റ് ചികിത്സയിൽ തുടരുന്ന സാഹചര്യമാണ്. അതിൽ പൊള്ളാച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് വലിയ പരിക്കുകളില്ല എന്നുള്ളതാണ്. കൈയും കാലുകൾക്കും ചെറിയ പൊട്ടലുകൾ ഒഴിച്ചാൽ വലിയ പരിക്കുകളില്ല എന്നുള്ളതാണ്. ആ പെൺകുട്ടിയെ ഇപ്പോൾ മലപ്പുറത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റ് 3 പേർ ഇപ്പോഴും കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന സാഹചര്യവുമാണുള്ളത്. ഏതായാലും ഈ പരിക്കേറ്റ ആളുകൾ എത്രയും വേഗം സുഖം പ്രാപിക്കണം. ഇനിയും ഒരു അപകടം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവരുത് എന്നുള്ള പ്രാർത്ഥന തന്നെയാണ് കേരളത്തിനൊന്നാകെ ഉള്ളത്. കാരണം കേരള മനസാക്ഷിയെ തന്നെ നടുക്കിയ ഒരു അപകടമായിട്ട് ഈ വാൽപ്പാറയിലെ അപകടം മാറി എന്നുള്ളതിൽ സംശയമില്ല. കാരണം ഇത്തരത്തിൽ ഒരു 13 സംഘം യാത്ര തിരിച്ച 13 സംഘത്തിലെ 9 പേർക്കും ജീവൻ നഷ്ടമാവുന്നു എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വലിയ ഒരു അപകടമാണ് എന്നത് നമുക്കതിൽ നിന്ന് തന്നെ വ്യക്തമാവും. കാരണം ഒരു 13ാമത്തെ വളവിൽ വാഹനം മറിയുന്നു, തുടർന്ന് 9ാമത്തെ വളവിലേക്ക് അത് പതിക്കുന്നു എന്ന് പറയുമ്പോൾ ആ അപകടത്തിൻ്റെ ആഘാതം അത് എത്രമാത്രം വലിയ അപകടമാണ് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. നിലവിലേതായാലും പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തീകരിച്ച് മത ആചാരപ്രകാരമുള്ള ചടങ്ങുകളും പൂർത്തീകരിച്ച് മൃതദേഹം ഇപ്പോൾ മലപ്പുറത്തേക്ക് തിരിച്ചിരിക്കുകയാണ്. ഇനി മലപ്പുറത്ത് പൊതുദർശനം ഉണ്ടാവും. 8:30-9 മണിയോടുകൂടെ തന്നെ ഈ മൃതദേഹങ്ങൾ പാങ്ങിലേക്ക് എത്തിച്ചേരും. തുടർന്ന് അവിടുത്തെ സ്കൂളിൽ പൊതുദർശനം ഉണ്ടാവും. 9 മൃതദേഹങ്ങളും ഒരുമിച്ച് പൊതുദർശനമായിരിക്കും. അതിനുശേഷമായിരിക്കും പിന്നീട് ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ളതാണ്. അതേ അരുൺ, ഇന്നലെ ഏകദേശം 5:30 ഈ അപകടം വാൽപ്പാറയിൽ സംഭവിക്കുന്നത്. 13ാം വളവിൽ നിന്ന് 9ാം വളവിലേക്ക് വാഹനം പല പ്രാവശ്യമായി കരണം മറിയുകയാണ് ഉണ്ടായത്. ഏകദേശം 800 അടി താഴ്ചയിലേക്ക് പോയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായപ്പോൾ പോലും അവിടുത്തെ ജനങ്ങൾ അവർ വേണ്ട രീതിയിൽ ഒരു രക്ഷാപ്രവർത്തനം നൽകിയിട്ടുണ്ട്. അവിടുത്തെ പൊള്ളാച്ചിയിലെ ജനങ്ങളുടെ ഒരു സഹായത്തോടു കൂടി തന്നെയാണ് മൃതദേഹങ്ങളെല്ലാം ആശുപത്രിയിലേക്ക് എത്തിക്കുകയും മറ്റ് പ്രാഥമിക ചടങ്ങുകൾ നടന്നതിന് ശേഷം അവിടെ നിന്ന് ആംബുലൻസുമായി മലപ്പുറത്തേക്ക് തിരിക്കുകയും ചെയ്തിട്ടുള്ളത്. പാങ് സ്കൂളിൽ എന്തായാലും ഇതിനോടനുബന്ധിച്ചുള്ള ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ടാകും. അവിടുത്തെ സ്കൂളിലെ നിലവിലത്തെ ഒരു സാഹചര്യം, അവിടുത്തെ ക്രമീകരണങ്ങൾ, ഒപ്പം തന്നെ ഈ അധ്യാപകമാരുടെ മരിച്ച അവരുടെ വീടുകളിൽ എങ്ങനെയാണ് ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നത്, പൊതുദർശനം എത്ര മണിക്കൂറുണ്ടാകും, സ്കൂളുകളിലും അതുപോലെ തന്നെ വീടുകളിലുമായി എങ്ങനെയാണ് പൊതുദർശനം സജ്ജമാക്കിയിരിക്കുന്നത് അരുൺ? പാങ്ങിനെ സംബന്ധിച്ചിടത്തോളം ആ നാടിന് ഒന്നാകെ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു വിയോഗമായിട്ട് ഈ സംഭവം മാറി എന്നുള്ളതാണ്. കാരണം അവർക്കൊക്കെ വളരെ പ്രിയപ്പെട്ട അധ്യാപകർ, കുഞ്ഞുങ്ങൾ, ഒപ്പം പാചകത്തൊഴിലാളിയും ഡ്രൈവറും ഉൾപ്പെടെയുള്ള ആ സ്കൂളിലെ ആളുകൾ, സ്കൂളിലെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ രക്ഷിതാക്കളാണെങ്കിലും വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഒക്കെ വളരെ പ്രിയപ്പെട്ട ആളുകളാണ് ഈ അജിത ടീച്ചറും മറ്റ് അധ്യാപകരും ഒക്കെ. അതുകൊണ്ട് തന്നെ അവരുടെ ഈ ഒരു വിയോഗം ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. നിലവിലേതായാലും ആ നാടൊന്നാകെ അവരുടെ പ്രിയപ്പെട്ടവർക്ക് യാത്രയയപ്പ് നൽകുന്നതിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്, അവർക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. ഇപ്പോൾ സ്കൂളിൽ പൊതുദർശനത്തിന് ആദ്യം ക്രമീകരണം, ഇവിടെ നിന്നും പൊള്ളാച്ചിയിൽ നിന്നും തിരിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ ആദ്യം സ്കൂളിലായിരിക്കും പൊതുദർശനത്തിന് വയ്ക്കുക. അതിനുശേഷമായിരിക്കും പിന്നീട് ഓരോരുത്തരുടെയും വസതികളിൽ പൊതുദർശനം ഉണ്ടാവുക എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം സംസ്കാര ചടങ്ങുകൾ എന്നുള്ളതാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. ഏതായാലും ആ നാടൊന്നാകെ വലിയ വേദനയിലാണ്. കാരണം തങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട അധ്യാപകർ, അതുപോലെ തന്നെ ആ സ്കൂളിലെ ജീവനക്കാർ, അവർ ഇങ്ങനെ ഒരു അപകടത്തിൽ അവർക്ക് ജീവൻ പൊലിയുമെന്ന് ആരും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ അവർക്ക് ഒരു അന്തിമ യാത്ര നൽകുന്നതിന് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് പാങ് എന്നുള്ളതാണ്. ഏതായാലും ഈ മലപ്പുറത്തെ പാങ്ങിനെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം സ്കൂളിലെ ഓരോ വിദ്യാർത്ഥികൾക്കാണെങ്കിലും രക്ഷിതാക്കൾക്കാണെങ്കിലും ഒക്കെ ഈ അപകടത്തിൽ മരിച്ച ആളുകളെക്കുറിച്ച്, പ്രത്യേകിച്ച് അധ്യാപകരെ കുറിച്ച് പറയാനുള്ളത് നിരവധി കാര്യങ്ങളാണ്. കാരണം വളരെ വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള അധ്യാപകർ, വിദ്യാർത്ഥികളോടൊക്കെ നല്ല രീതിയിൽ പെരുമാറുന്ന, വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതും അവരെ ജീവിതത്തിൽ കൈപിടിച്ചുയർത്തുന്നതിനൊക്കെ വേണ്ടി എപ്പോഴും കൃത്യമായി ജോലി ചെയ്യുന്ന അധ്യാപകർ, ആ അധ്യാപകരാണ് ഈ ഒരു യാത്രയിൽ അവർക്ക് നഷ്ടമായിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ തരത്തിലുമുള്ള യാത്രയയപ്പ് നൽകുക, അന്തിമ യാത്ര നൽകുക എന്നുള്ളത് തന്നെയാണ് പാങ് എന്ന ആ നാട്. ഏതായാലും ആ നാടിനെ ഒന്നാകെ നൊമ്പരത്തിലാഴ്ത്തിക്കൊണ്ടാണ് ഈ 9 പേരുടെ വിയോഗം ഉണ്ടായിരിക്കുന്നത്. നിലവിലേതായാലും അവർക്ക് പൊതുദർശന ചടങ്ങായിരിക്കും ആദ്യം, അതായത് ഇവിടെ നിന്നും
കൃത്യം 6:10 തിരിച്ചിരിക്കുന്ന വാഹനങ്ങൾ, ആംബുലൻസുകൾ 9 ആംബുലൻസുകൾ. ആ 9 ആംബുലൻസുകൾ നിലവിലെ ഇവിടെ നിന്നുള്ള സമയം നമുക്ക് പരിശോധിക്കുമ്പോൾ 8:30 9 മണിക്ക് മുൻപായിട്ട് ഈ പാങ്ങിലേക്ക് എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റോഡിൽ ഗതാഗതക്കുരുക്കോ മറ്റോ, രാവിലെ സമയമാണ്, സ്വാഭാവികമായിട്ടും ഗതാഗതക്കുരുക്ക് കുറവായിരിക്കും. അത് മാത്രമല്ല, പോലീസ് ഈ ഗതാഗതം ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി പോലീസിൻ്റെ 2 പോലീസ് വാഹനങ്ങൾ അകമ്പടിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗതാഗതക്കുരുക്കൊക്കെ ഒഴിവാക്കി എത്രയും വേഗം ഈ ആംബുലൻസുകൾ സ്കൂളിലേക്ക് എത്തിക്കുക, അവിടെ പൊതുദർശനം നടത്തുക എന്നുള്ളതാണ്. മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെ നേരത്തെ കോയമ്പത്തൂരിലേക്ക് വരുന്നതിന് വേണ്ടി തീരുമാനിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം കോയമ്പത്തൂരിലേക്ക് വരുന്നത് ക്യാൻസൽ ചെയ്ത് പാങ്ങിലേക്ക് പോകും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി പ്രമുഖർ, വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള എല്ലാവരും മലപ്പുറത്തെ പാങ്ങിലേക്ക് പൊതുദർശന പരിപാടിയിലേക്ക് എത്തും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ പൊതുദർശന ചടങ്ങിലേക്ക് വിവിധ സാംസ്കാരിക രംഗത്തൊക്കെ ഉള്ള ആളുകൾ എത്തും എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ ഒരു 9 അധ്യാപകരുൾപ്പെടെയുള്ള അവരുടെ വിയോഗം അത് ആരുടെയും ഉള്ളുലയ്ക്കുന്ന ഒരു വാർത്തയാണ്. അതുകൊണ്ട് തന്നെ ആ വാർത്ത കണ്ടും കേട്ടുമൊക്കെ ഒരുപാട് ആളുകൾ ഇതിനോടകം തന്നെ പാങ്ങിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലേതായാലും ഇവിടെ നിന്നും ഭൗതിക ശരീരങ്ങൾ 9 ആംബുലൻസുകളിലായിട്ട് നാട്ടിലേക്ക് തിരിച്ചിരിക്കുകയാണ്. അതെ, ഏതായാലും നാടിനെ നടുക്കിയ ഒരു സംഭവം, വളരെയധികം വേദനാജനകം. ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു യാത്രയിലേക്ക് സന്തോഷത്തോടുകൂടി അവർ പോയതാണ്. എന്നാൽ തിരിച്ചെത്തിയത് ചേതനയറ്റ് ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത് തങ്ങളെ പഠിപ്പിച്ച അല്ലെ തങ്ങൾക്ക് മുൻപിലായി പഠിച്ച് വളർന്ന കുട്ടികളെ കാണുന്നൊരു സാഹചര്യമാണ്. 9 മൃതദേഹങ്ങൾ ചേതനയറ്റ് നിൽക്കുകയാണ്. അതിൽ 7 സ്ത്രീകൾ, അതിൽ ഒരു അധ്യാപകൻ, ഒരു കുട്ടി അടക്കം 9 പേരാണ് മരണപ്പെട്ടിരിക്കുന്നത്. ബാക്കിയുള്ളവർ ആശുപത്രികളിലാണ്. നിലവിലത്തെ സാഹചര്യം, അതുമായി ബന്ധപ്പെട്ട അപ്ഡേഷനുകളും വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ സാധിക്കും. അരുൺ, ഇങ്ങനൊരു അപകടം സംഭവിക്കാനുള്ളൊരു കാരണം വ്യക്തമായിട്ടുണ്ടോ? ഉറപ്പായും ഹെയർ പിന്നുകളാണ്, വളവാണ്. അങ്ങനൊരു സാഹചര്യം തന്നെയാണോ നിലനിൽക്കുന്നത്, അതോ മറ്റെന്തെങ്കിലും കാരണത്താലാണോ ഇങ്ങനൊരു അപകടം ഉണ്ടാകാൻ ഉള്ള സാധ്യത ഉണ്ടായത്? അപകടത്തിൻ്റെ കാരണം സംബന്ധിച്ചുള്ള അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടത്തുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, ഈ വാൽപ്പാറ എന്ന് പറയുന്ന ഹിൽ സ്റ്റേഷനിലെ ഈ ഹെയർപിൻ വളവുകൾ, 50ഓളം ഹെയർപിൻ വളവുകളുണ്ട്. പാത പൊതുവെ വീതി കുറഞ്ഞതാണ്. നമ്മൾ ഈ ഊട്ടിയിലേക്കൊക്കെ പോകുമ്പോൾ ഊട്ടിയിലേക്ക് പാത അല്പം വീതിയുണ്ട്. വാൽപ്പാറയിലേക്ക് വരുമ്പോൾ അവിടുത്തെ പാത അല്പം വീതി കുറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ 2 വാഹനങ്ങളൊക്കെ എതിർദിശയിൽ കടന്നു പോകുമ്പോൾ ഉൾപ്പെടെ വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു ഹിൽ സ്റ്റേഷനാണ്. അതുകൊണ്ട് ഒന്നുകിൽ ഈ പാതയുടെ വീതി കുറവ് കാരണം ഈ വാഹനം ഒടിച്ചിറക്കുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഈ അരികിലുള്ള സുരക്ഷാ വേലിയിൽ തട്ടി താഴേക്ക് മറിഞ്ഞതാവാനുള്ള സാധ്യതയാണ് ഒന്ന് കാണുന്നത്. രണ്ടാമത് കാണുന്നത് സ്വാഭാവികമായിട്ടും ഹെയർപിൻ വളവുകളാണ്. അത് ഒടിക്കുന്ന സമയത്ത് ട്രാവലർ എന്ന് പറയുന്ന വാഹനം പൊതുവിൽ മറിയുന്നതിന് വളരെ സാധ്യതയുള്ളൊരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ ആ ഹെയർപിൻ വളവ് ഒടിച്ചിറക്കുന്ന സമയത്ത് വാഹനം നിയന്ത്രണം നഷ്ടമായി മറിഞ്ഞതാവാനുള്ള സാധ്യതയുണ്ട്. ഇത് 2 അല്ലെങ്കിൽ 3ാമത്തെ സാധ്യത എന്ന് പറയുന്നത് ഡ്രൈവർ ഉറങ്ങിപ്പോയതായിരിക്കാനുമുള്ള സാധ്യതകളുണ്ട്. നിലവിലേതായാലും ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ എന്നുള്ളത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊന്നും വ്യക്തതയില്ല. അത് പരിക്കേറ്റ് ഇപ്പോഴും ഡ്രൈവർ ചികിത്സയിൽ കഴിയുന്ന സ്ഥിതിയാണ്. വെറും 22 വയസ്സ് മാത്രം പ്രായമുള്ള വ്യക്തിയാണ് ഈ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോഴും കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നുമുണ്ട്. നിലവിലെ എന്താണ് അപകടത്തിന് കാരണം എന്നത് സംബന്ധിച്ച് കൃത്യമായ കണ്ടെത്തലുകൾ ഉണ്ടായിട്ടില്ല. അന്വേഷണം നടത്തും. എന്താണ് അപകടത്തിന് കാരണം എന്നുള്ളത് ഉൾപ്പെടെ കണ്ടെത്തും എന്നുള്ളതാണ് തമിഴ്നാട് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകൾക്ക് എല്ലാ തരത്തിലുള്ള ചികിത്സയും ഉറപ്പാക്കുമെന്നും നേരത്തെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളും ചെയ്യുമെന്ന് തമിഴ്നാട് സർക്കാർ അറിയിച്ചിരുന്നു. ഇപ്പോൾ ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി കഴിഞ്ഞു. ഇനിയിപ്പോൾ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് കൃത്യമായ ചികിത്സ ഉറപ്പാക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന്, എന്താണ് കാരണം എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം ഇവിടെ നടക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ശരി അരുൺ, എന്തായാലും കൃത്യമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ടതാണ്. കാരണം 13 അംഗ സംഘം യാത്ര തിരിച്ചു, 9 പേർ
മൃതദേഹങ്ങളായി തിരിച്ചെത്തുന്നു. ഗവൺമെൻറ് പാങ് ഹൈസ്കൂളിലെ അധ്യാപകർ അടക്കമാണ് ഇത്തരമൊരു അപകടത്തിൽപ്പെട്ടത്. തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർ ചേതനയേറ്റ് തിരിച്ച് സ്കൂളിലേക്ക് എത്തുമ്പോൾ അത് കുട്ടികളുടെ മാനസികാവസ്ഥയും കൂടെ ബാധിക്കുന്നത് വലിയ ആഘാതമായിരിക്കും. ഒപ്പം തന്നെ ആ നാടിനെയും നടുക്കിയ ഒരു സംഭവമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒട്ടും പ്രതീക്ഷിക്കാതെ യാത്ര പോയവർ വളരെയധികം സന്തോഷിച്ച് അവരുടെ അവധിക്കാലം ആഘോഷിക്കാൻ വേണ്ടി പോയവരാണ്. എന്നാൽ തിരിച്ചെത്തിയത് അത്ര സന്തോഷത്തോടു കൂടിയല്ല. അത് ഒരു നാടിനെയും ഒരു നാട്ടുകാരെയും പ്രത്യേകിച്ച് ആ സ്കൂളിനെയും ആ സ്കൂളിലെ കുട്ടികളെയും വേദനിപ്പിക്കുന്ന തരത്തിലാണ്. ആ രീതിയിലാണ് ചേതനയേറ്റ 9 മൃതദേഹങ്ങൾ സ്കൂളിലേക്ക് എത്തുന്നത്. പൊള്ളാച്ചിയിൽ നിന്ന് മൃതദേഹത്തെ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് എത്തി തുടങ്ങിയിട്ടുണ്ട്. പ്രാഥമികമായിട്ടുള്ള സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമാണ് ആംബുലൻസ് ഇപ്പോൾ പൊള്ളാച്ചിയിൽ നിന്നും മലപ്പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വളരെയധികം വേദനാജനകവും ഒപ്പം തന്നെ നാടിനെ നടുക്കിയൊരു സംഭവമാണ്. ഈ ഒരു വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും അടക്കം കേരളക്കരയിലുള്ള മറ്റുള്ള എല്ലാ പ്രമുഖരും അതുപോലെ തന്നെ ജനങ്ങളും അതിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജനം TV യും അനുശോചനം രേഖപ്പെടുത്തുകയാണ്.